ധന്യ, ഒരു യുവനടി റിനി ആൻ ജോർജ് അവർ ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പേര് പറയാതെ ഒരു യുവ നേതാവിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. കറങ്ങിത്തിരിഞ്ഞ് അത് രാഹുൽ മാങ്കൂട്ടത്തിലിട്ടാണ് കിട്ടിയത്. അന്ന് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രണ്ടാം കണ്ടകശനി തുടങ്ങി. നേരത്തെ ഒന്ന് തുടങ്ങിയതായിരുന്നു, പക്ഷേ അതങ്ങ് ഏറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടാം കണ്ടകശനിയിൽ അത് ശരിക്കങ്ങ് ഏറ്റു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ MLA സ്ഥാനം പോലും തെറിക്കുന്ന അവസ്ഥയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുക ഇപ്പോഴും. കാരണം ഒരു പിടിവള്ളിയുണ്ട്. കാര്യം ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ ഒരാളല്ല പലരുണ്ടെന്ന് പറയുന്നു. അവരാരും തന്നെ പരാതി കൊടുത്തിട്ടില്ല. ആ ഒരൊറ്റ പിടിവള്ളിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ഭാവി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഭാവി. കേസിൽ തൂങ്ങി അകത്താകേണ്ട കേസാണ് വാസ്തവത്തിൽ. പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്തിരിക്കുന്ന നിലപാടാണ് ഏറ്റവും ശ്രദ്ധേയം. പറഞ്ഞു വരുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ഗുരുസ്ഥാനീയനാണ് നിലവിൽ VD സതീശൻ. പക്ഷെ VD സതീശൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി രാഷ്ട്രീയ വേദികളിൽ പരിഗണിക്കേണ്ട, നിയമസഭയിൽ പോലും പ്രവേശിപ്പിക്കേണ്ട എന്ന തരത്തിലാണ് നിലപാടുകൾ വരുന്നത്. അപ്പോൾ ഇത് കറങ്ങിത്തിരിഞ്ഞൊരു ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവനിരയിൽ വളർന്നു വരുന്നൊരു നേതാവാണ്. അപ്പം മുളയിലേ നുള്ളാനായിട്ട് ആരോ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. കാര്യം പരാതിയില്ലല്ലോ, പരാതിയില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നിരപരാധിയാണ്. ആക്ഷേപം പൊതുമധ്യത്തിലുണ്ടെങ്കിലും നിരപരാധിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തിനു ക്രൂശിക്കുന്നു? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അപ്രസക്തനായി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൃത്യമായി ഒതുക്കാൻ പറ്റി. അപ്പോൾ ഇതാരുടെയോ അണിയറ കളി ഇതിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത്? സത്യത്തിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത് എന്നുള്ളത് നമ്മളിപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇടതുപക്ഷത്തുള്ളതിനേക്കാൾ കൂടുതൽ ശത്രുക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് സ്വന്തം പാർട്ടിയിൽ തന്നെയാണ്. കാരണം രാഹുൽ വളർന്നു വരുന്നത് പല നേതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. തങ്ങളൊക്കെ ഇപ്പോഴും പാർട്ടി പ്രവർത്തകരായി നിൽക്കുമ്പോൾ തങ്ങൾക്ക് ശേഷം വന്ന ഒരാൾ തങ്ങൾക്ക് മുന്നേ വളർന്ന് പന്തലിച്ചു പോകുന്നു. അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്നു. പിന്നീട് പൊടുന്നനെ അദ്ദേഹം പാലക്കാട് MLA ആകുന്നു. അതും വലിയ വിജയത്തിൽ ജയിക്കുന്നു. പലയിടത്ത് സ്വാധീനം കിട്ടുന്നു. പലർക്കുമിടയിൽ അദ്ദേഹം വലിയ വളർച്ചയിലേക്ക് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ പാർട്ടിക്കകത്തുള്ള പലരെയും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് റിനി ആൻ ജോർജ് ആദ്യമായി ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ ഒരു യുവ നേതാവ് എന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു. പക്ഷേ റിനിക്കിപ്പോഴും പരാതിയില്ല. ഞാൻ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചു, എനിക്ക് പരാതിയില്ല. ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചു, എന്നിട്ടും അദ്ദേഹം നന്നാവാത്തത് കൊണ്ടാണ് ഞാനിത് പുറത്തു പറഞ്ഞത്. അങ്ങനെ പുറത്തു പറയാൻ കാണിച്ച ധൈര്യം അയാളുടെ പേര് പറയാൻ എന്തുകൊണ്ട് റിനി കാണിക്കുന്നില്ല? റിനി ഇപ്പോഴും പറയുന്നു അയാളെ വെള്ളപൂശുന്നവരെയും അയാളെ വിശുദ്ധനാക്കുന്നവരെയും ഒക്കെ വിശുദ്ധനാക്കുന്നവർക്കുമൊക്കെ നല്ല മറുപടി കിട്ടും. ഇതൊക്കെ സൈബർ ബുള്ളിങ്ങുകളൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ റിനി എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടമാണ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയുന്നില്ല? അപ്പോൾ രാഹുൽ മാങ്കൂട്ടമല്ല റിനിയെ ഉപദ്രവിച്ചത്, അല്ലെങ്കിൽ റിനിയെ 5 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചത്, അത് മറ്റാരോ ആണ്. അതായിരിക്കും മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാൻ റിനി മടിക്കുന്നത്. ഇനി റിനി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ പിതൃ തുല്യനാണ് VD സതീശൻ, അതായത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിതൃതുല്യനായ VD സതീശൻ അറിയാതെ റിനി ആൻ ജോർജ് ഒരു അഭിമുഖത്തിൽ പോയി ഇങ്ങനെ ഒരു പിച്ചും പേയും വിളിച്ചു പറയുമെന്ന് വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ. അത് കൃത്യമായി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. ഇൻ്റർവ്യൂ നടത്തിയ ആൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടായിരിക്കില്ല. പക്ഷേ ഇൻ്റർവ്യൂവിന് ചെന്നിരുന്ന റിനിക്ക് ഇതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. റിനി എന്താണ് പറയാൻ പോകുന്നത്, ആ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നന്നായി അറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് റിനി പോയി സംസാരിച്ചത്. അതിനുശേഷം പിന്നീട് പല പേരും, അതായത് ട്രാൻസ്ജെൻഡർ അവന്തിക വന്നു. അവന്തിക പിന്നീട് ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കാൻ പോലും തയ്യാറല്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു. എനിക്ക് കേസില്ല എന്ന് പറഞ്ഞു. ആദ്യം ബാംഗ്ലൂരിൽ പോയി നിന്നെ എനിക്ക് ബലാത്സംഗം ചെയ്യണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതെന്നാണ് അവന്തിക പറഞ്ഞത്. അങ്ങനെ ബലാത്സംഗം ചെയ്യണമെന്ന് അതിക്രൂരമായി, ബലാത്സംഗം എന്ന് പറയുന്നത് രണ്ടുപേർ ചിരിച്ചോണ്ട് നടത്തുന്ന ഒരു സംഭവമല്ലല്ലോ. ഒരാളെ കെട്ടിയിട്ടിട്ട് അതിക്രൂരമായി അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരാളുടെ ഇഷ്ടമില്ലാതെ അയാളുടെ ശരീരത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണ്. ആ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാൾക്കെതിരെ എന്തുകൊണ്ടാണ് അവന്തിക കേസ് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് അവന്തിക നിയമപരമായി നേരിടാൻ പോകാത്തത്? പിന്നെ രണ്ട് വോയിസുകൾ പുറത്തു വന്നു എന്നാണ് എൻ്റെ നിഗമനം. അതോ ഒരു വോയിസാണ്? കാരണം ഈ AI വെച്ച് ഇങ്ങനെ നീക്കി വലിച്ച് ചെയ്യുന്നത് കൊണ്ട് ഇതെന്താ സംഭവം എന്ന് അറിയില്ല. 2 പേരാണോ 1 പേരാണോ എന്ന് അറിയില്ല.
എന്തായാലും ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇതിന്റെ ഇരകളായിട്ടുണ്ട് എന്നുള്ളത് വാർത്തകൾ വരുന്നു. ഒരുപാട് പേര് 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇരകളായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് വാസ്തവമായിരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണുങ്ങളുമായി വലിയ ചങ്ങാത്തം കൂടുന്ന, ചാറ്റ് ചെയ്യുന്ന, അത്യാവശ്യം കിട്ടിയാൽ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പോകാൻ താല്പര്യമുള്ള സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പോകുന്ന, രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാളായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും അതിനുശേഷം ഈ വോയിസ് കൊടുത്ത ആൾ വന്നു. അദ്ദേഹം രംഗത്തെത്തിയിട്ടില്ല ഇതുവരെ. പറയുന്നത് എനിക്ക് പരാതി പോകാൻ താല്പര്യമില്ല. ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ പരാതിയുമായി ക്രൈംബ്രാഞ്ച് മാക്സിമം രാഹുൽ മാങ്കൂട്ടത്തെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ഈ നിർബന്ധിത ഗർഭചിത്രം നടത്തി 4-ാം മാസത്തിൽ, അത് വളരെ അപകടം പിടിച്ച പരിപാടിയാണ്. പ്രേംലല്ലേട്ടൻ നേരത്തെ ഈ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടപ്പോൾ പറഞ്ഞത് ബാംഗ്ലൂരിലാണ് ഗർഭചിത്രം നടന്നത്. ക്രൈംബ്രാഞ്ച് ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ നിന്ന് രേഖകളൊക്കെ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചോദിച്ചാണ് ഒരാളുടെ സ്വകാര്യമായ രേഖകൾ എങ്ങനെയാണ് അയാളുടെ അനുമതിയില്ലാതെ ഒരു പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നതെന്നൊക്കെ. പക്ഷേ ഇത്തരത്തിൽ കേസുകളായതുകൊണ്ട് അത് കൊടുക്കാം, തടസ്സമില്ല എന്നൊക്കെയുള്ള വാദഗതികൾ പിന്നീട് വന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിക്ക് ഞങ്ങൾ എന്തോ വലിയ സംഭവം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊട്ടിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ കുറേ തള്ളൊക്കെ നടത്തി. പക്ഷേ 7 മണിക്കത് പൊട്ടിച്ചില്ല. പിന്നീട് 8:30-ക്കാണ് ഒരു വച്ചിരുന്ന സാധനം ഉദ്ദേശിച്ചത് കിട്ടിയില്ല എന്ന് തോന്നുന്നു. 8 മണിക്ക് അവർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം 4 മാസം ഗർഭചിത്രം നടത്തിയത് വീട്ടിൽ വച്ചാണ്. ആരുടെ വീടാണെന്ന് പറയുന്നില്ല. അതിന് മരുന്ന് വാങ്ങിക്കൊടുത്തത് പത്തനംതിട്ടയിലെ ഒരു യുവ വ്യവസായിയാണ്. ആ വ്യവസായിയുടെ കയ്യിലാണ് ഈ മരുന്ന് കൊടുത്ത് വിട്ടതെന്ന് പറയുന്നു. ആദ്യം പറയുന്നു ആശുപത്രി എന്ന്, രണ്ടാമത് പറയുന്നു വീടാണെന്ന്. സത്യത്തിൽ എവിടെ വെച്ചാണ് അപ്പോൾ ഈ ഗർഭചിത്രം നടന്നത്? ആരാണ് ഇവരോട് ഈ ഗർഭചിത്രത്തെക്കുറിച്ച് പറഞ്ഞത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന് പറഞ്ഞ് ആദ്യം പ്രചരിച്ച ഓഡിയോയിൽ ഇത്തരം മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കും കവി ഉദ്ദേശിച്ചത്. എന്തോ ആയിക്കൊണ്ടോട്ടെ, അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് പരാതി ഉണ്ട് എങ്കിൽ അയാളെ ശിക്ഷിക്കപ്പെടാതിരിക്കരുത്. അയാൾ അത്ര വലിയ ക്രിമിനൽസിനെ ഒന്നും അല്ല. പരാതി വരാനുള്ള സാധ്യത കുറവാണ്. വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഈ പരാതിക്കാരെ കൃത്യമായി സാമ്പത്തികമായി ഒതുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കൃത്യമായ നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് അവരുടെ വായ് മൂടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. വാസ്തവം അറിയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും അവരിപ്പോഴും ഈ വൈകിയ വേളയിൽ പരാതി കൊടുത്താൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പെടും. പക്ഷെ ഇതുവരെ ആരും ഇന്നും പറയുന്നുണ്ട് യുവതികളാരും പരാതിയുമായി രംഗത്ത് വരാൻ തയ്യാറല്ല. ഒരാൾ രംഗത്ത് വരാൻ തയ്യാറല്ല. ഒരു പരാതിയില്ലാത്ത വെറും ആരോപണങ്ങളുടെ ഇതിൽ മാത്രം നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇപ്പോൾ നിയമസഭയിൽ വന്നാൽ അയാളെ കയറ്റില്ല, അയാൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ മുഖം സ്വയം കണ്ണാടി നോക്കണ്ടേ? അവർക്കെതിരെ ഈ പറയുന്ന VD സതീശൻ അടക്കം അദ്ദേഹത്തിന്റെ മുഖം സ്വയം ഒന്ന് കണ്ണാടി നോക്കണം. എന്നിട്ട് വേണം രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹം ക്രൂശിക്കാൻ പോകാനായിട്ട്. പലരും പരാതിയുമായി വരുന്നില്ലെന്നേ ഉള്ളൂ. അത് ഉഭയകക്ഷി സമ്മതപ്രകാരമായതുകൊണ്ടായിരിക്കും പലരോടും പരാതികളില്ലാത്തത്. പക്ഷെ നാളെ മനുഷ്യന്റെ മനസ്സാണ്. നാളെ പരാതിയുമായോ എന്നെ ഉപദ്രവിച്ചോ എന്ന് പറഞ്ഞു ആരെങ്കിലും വന്നാൽ, ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അത് ചിലപ്പോൾ ഈ പറയുന്നതിനേക്കാൾ നാണക്കേട് അന്ന് ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ആദ്യം അവനവൻ സ്വയം കണ്ണാടി നോക്കുക, നമ്മളൊക്കെ ശരിയാണോ എന്നുള്ളത്. എന്നിട്ട് വേണം രാഹുൽ മാങ്കൂട്ടത്തെ ക്രൂശിക്കാൻ.